ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. വെൽക്കം ടു AK ട്രാവൽ ലോഗ്. എല്ലാവർക്കും നല്ലൊരു വെള്ളിയാഴ്ച ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ യൂബർ ട്രിപ്പ് എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നറിയാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. യൂബറൊക്കെ ഓൺ ചെയ്തു. നമ്മളിപ്പോൾ വഴിമുക്ക് എത്താറായി. യൂബർ ഓൺ ചെയ്തിട്ടൊരു 15-20 മിനിറ്റ് ആയി. ഇതുവരെ ഒന്നും അടിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓൺ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം എന്ന് വേണം പറയാൻ. അത് അപൂർവം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മിക്കവാറും ഏതാണ്ട് പാപ്പനംകോട് വരെയൊക്കെ ചിലപ്പോൾ കാലി അടിച്ചൊക്കെ പോകേണ്ടി വരും. പിന്നെ പാപ്പനംകോട് എത്താറാകുമ്പോൾ ട്രിപ്പ് അടിക്കും. അല്ലെങ്കിൽ നേമം വെള്ളായണി സൈഡ് അവിടെയൊക്കെ ചിലപ്പോൾ ട്രിപ്പ് കിട്ടും. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വഴിമുക്ക് കഴിഞ്ഞു. ബാലരാമപുരം ജംഗ്ഷൻ എത്താറായി. അപ്പോൾ ഇവിടെ നിന്ന് ബ്ലോക്കാണ്. രാവിലത്തെ ഓഫീസ്, സ്കൂൾ, കോളേജ് തിരക്കാണ്. സാധാരണ ഇന്ന് ഇപ്പോൾ ഏതാണ്ട് വഴിമുക്ക് കഴിഞ്ഞിട്ടാണ് ബ്ലോക്ക് കിട്ടിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ വഴിമുക്കിന്നേ ബ്ലോക്കാണ്. അപ്പോൾ എന്തായാലും ബ്ലോക്ക് തീരാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടന്നപ്പോൾ നമുക്കൊരു ട്രിപ്പ് അടിച്ചു. ഇവിടെ ബാലരാമപുരം KCB എന്നാണ് കാണിച്ചത്. അവിടെ നിന്ന് തമ്പാനൂരോട്ടാണ് ട്രിപ്പ് കിട്ടിയത്. എന്തായാലും ഭാഗ്യമായി. അപ്പോൾ കാലി അടിച്ച് പോണ്ട. പക്ഷെ നല്ല തിരക്കാണ്. അതാണൊരു കുഴപ്പം. അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ ബാലനാട്ടുനിന്ന് തമ്പാനൂര് ട്രിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ AKG സെന്ററിൻ്റെ അടുത്താണ്. തമ്പാനൂരിൽ നിന്ന് ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയായിരുന്നു, ഒരു 150-ൻ്റെ. അപ്പോൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ടിപ്പോൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് പറഞ്ഞാൽ ഇന്റർസിറ്റി പോയി തിരിച്ചു വരുന്നതിന് പകുതി എമൗണ്ട് നമുക്ക് രൂപയിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് സിറ്റിക്ക് വെളിയിലോട്ട് ഇപ്പോൾ 600 രൂപയാണ് അടിക്കുന്നതെങ്കിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുന്നത് 250 അല്ലെങ്കിൽ 300 രൂപയാണ്. അപ്പോൾ അതാണ് ഇന്റർസിറ്റി ട്രിപ്പുകൾ. തിരിച്ച് അതായത് സിറ്റിയുടെ ഔട്ടറിൽ നിന്ന് സിറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് പകുതി എമൗണ്ടാണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന എമൗണ്ട് അല്ല തിരിച്ച് കിട്ടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പകുതി എമൗണ്ടാണ് കിട്ടുന്നത്. അതാണ് ഇന്റർസിറ്റി ട്രിപ്പിൻ്റെ കുഴപ്പം. ഞാനത് കഴിഞ്ഞ 1-2 വീഡിയോ മുമ്പ് പറഞ്ഞിരുന്നു. ഇന്റർസിറ്റി മാത്രം കിട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു. അന്ന് തന്നെ 10,000, 1,200, 1,300 രൂപയോളം CNGക്കും യൂബർ ഫീ ആയിട്ട് പോയി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. നമ്മളിപ്പോൾ പാളയം അണ്ടർപാസിൽ കൂടെ അങ്ങനെ പോവാണ്. ഈ അണ്ടർപാസ് ആദ്യം വന്നപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു എല്ലാവർക്കും. ഇപ്പൊ പിന്നെ പോയി അതൊരു ശീലമായി.
അപ്പം എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഒരു 2 ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ട്രിപ്പ് കിട്ടി. ഇവിടെ തൈക്കാടെന്നാണ്. തൈക്കാടെന്ന് ഒരു 10 കിലോമീറ്റർ കാണിച്ചു. 710 ഓട്ടമാണ്. നമുക്ക് നോക്കാം. ഭയങ്കര ബ്ലോക്കാണല്ലോ ഇന്നിവിടെ. ട്രാഫിക് ലൈറ്റിന്റെ ബ്ലോക്കാണ്, അല്ലാതെ വേറെ ബ്ലോക്കൊന്നുമല്ല. അപ്പോൾ നമുക്ക് പോയി കസ്റ്റമറെ പിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ചാവടിമുക്ക് ഗാന്ധിപുരം ഭാഗത്തായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ അത് കഴിഞ്ഞു, പേയ്മെൻ്റൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമുക്കിനി ചാവടിമുക്ക് മെയിൻ റോഡിലോട്ട് പോവാം. കുറച്ച് ഇനി ഉള്ളിലോട്ടാണ്. അപ്പോൾ മെയിൻ റോഡിലോട്ട് പോയി നമുക്കിവിടെ എപ്പോഴെങ്കിലും ഒന്ന് ഒതുക്കി അടുത്ത ട്രിപ്പ് കിട്ടുമോ എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചാവടിമുക്ക് ജംഗ്ഷനിലോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ട്രിപ്പ് കൂടെ അടിച്ചു. അതിവിടെ പേരുക്കടയിലോട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ പേരുക്കട ജംഗ്ഷനിൽ നിൽക്കുവാണ്. അത് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇനി എങ്ങോട്ട് പോകണം എന്നാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. പേരുക്കട എവിടെയെങ്കിലും വണ്ടി ഒതുക്കി ഇടാം. കുറച്ച് നേരം നോക്കാം. പേരുക്കട ഭാഗത്തുനിന്ന് ഏതെങ്കിലും ട്രിപ്പ് അടിക്കുമോ നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ട്രിപ്പ് ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ എന്തായാലും വണ്ടി എവിടെയെങ്കിലും ഫൈനൊന്നും കിട്ടാത്ത രീതിയിൽ പാർക്ക് ചെയ്യാം. പാർക്ക് ചെയ്തിട്ട് അടുത്ത ട്രിപ്പിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു ട്രിപ്പ് അടിച്ചു. ഇനി അമ്പലമുക്ക് ഭാഗത്തുനിന്നാണ് പിക്കപ്പ്. ഡ്രോപ്പ് ലൊക്കേഷൻ ക്ലിയറായി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോയി ട്രിപ്പ് എടുക്കാം. അമ്പലമുക്കിൽ നിന്ന് കവടിയാർ പോകുന്ന വഴിയിലാണെന്നാണ് തോന്നുന്നത്. മാപ്പ് അങ്ങനെയാണ് കാണിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി ട്രിപ്പ് എടുക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ട്രിപ്പ് കഴിഞ്ഞു. അതിവിടെ പൂജപ്പുര മുടവൻമുകൾ സൈഡ്, അവിടെ നിന്ന് റൈറ്റ് കയറി പുന്നയ്ക്കാമുകൾ എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇൻറ്റീരിയറിലോട്ടാണ്. അപ്പോൾ ട്രിപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി പൂജപ്പുഴ മെയിൻ റോഡ് കയറാം എന്ന് വിചാരിച്ച് പോവുകയാണ്. നിറച്ച് വീടുകളാണ്. ഏരിയ ഫുള്ള്. റോഡെല്ലാം ഭയങ്കര ഇടുങ്ങിയ റോഡാണ്. ഓപ്പോസിറ്റൊക്കെ ഒരു കാറ് വന്നാൽ കുറച്ച് പ്രയാസമാണ്. അങ്ങനത്തെ റോഡാണ്. എന്നാലും ടാർ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. എന്തായാലും മെയിൻ റോഡ് ലക്ഷ്യമാക്കി പോകാം. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും നിൽക്കാം. അടുത്ത ട്രിപ്പ് കിട്ടുമോ ഇല്ലേ എന്ന് നോക്കാം. ഓക്കെ. അപ്പം അങ്ങനെ ഫ്രണ്ട്സ്, ഒരു 1.5 കിലോമീറ്റർ ഓടി നമ്മളിഞ്ഞ് മെയിൻ പൂജപ്പുഴ തിരുമല റോഡിൽ വന്നു. വിജയമോഹിനി മിൽ ജംഗ്ഷൻ്റെ അവിടെ വന്നു. അപ്പോൾ ഇനി ഇവിടെ എവിടെയെങ്കിലും വണ്ടി
ഒതുക്കി ഇട്ടിട്ട് നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നത്തെ ഓൺലൈൻ ഓട്ടങ്ങൾ എനിക്കിവിടെ താൽക്കാലികമായി നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇനി അടുത്ത് തിങ്കളാഴ്ച ആയിരിക്കണം നമ്മൾ വീണ്ടും കാണും. ഇപ്പോൾ 2 ദിവസം വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പം യൂബറും ഓലയും റാപ്പിഡോയൊക്കെ ഓഫ് ചെയ്ത്, കേരള സവാരിയൊക്കെ ഓഫ് ചെയ്ത് ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്ത യൂബറിൻ്റെ വിശേഷങ്ങളുമായി ട്രിവാൻഡ്രം സിറ്റിയിൽ നമുക്കിനി തിങ്കളാഴ്ച കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. ശനിയും ഞായറും എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.